മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ്. അത് കമ്മീഷന് അറിയാം. അവരുടെ പേരുകളും കമ്മീഷൻ മുൻപാകെ പറയപ്പെട്ടു. ഇത് ഈ ഭാഗമാണ്, അതിനുശേഷമുള്ള ഭാഗമാണ് കൃത്യമായി പോയിരിക്കുന്നത്. അതെ, അത് കമ്മീഷൻ പറഞ്ഞു കൊടുക്കരുത് എന്ന് കമ്മീഷൻ്റെ ഉത്തരവിലുള്ളതാണ്. അപ്പോൾ പിന്നെ അത് യാതൊരു കാരണവശാലും വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. വിവരാവകാശ നിയമം തന്നെ മറ്റുള്ള എല്ലാ നിയമങ്ങൾക്കും മേലെയുള്ള ഒരു നിയമമാണ്. ഓവർ റൂളിംഗ് എഫക്റ്റ് ഇതുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. IPC-യെക്കാളും CPC-യെക്കാളും CRPC-യെക്കാളും എല്ലാത്തിലും മേലെയാണ്. കാര്യം അവിടെ നിന്നുള്ള നിയമപ്രകാരമുള്ള ഒരു കാര്യം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ അല്ല മാറ്റർ ഞാൻ വിട്ടുപോകും. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം അത് അവിടെ ഒരു അപേക്ഷ കൊടുത്തു. അതിനെതിരെയുള്ളൊരു അപ്പീല്, 1ാം അപ്പീല് പോയി. അതിനുശേഷം 2ാം അപ്പീലാണ് കമ്മീഷണർ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സർക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കാരണങ്ങൾ കൊണ്ട് തരാൻ പറ്റില്ല. ആദ്യത്തെ അപ്പീല് പറഞ്ഞിട്ടുണ്ടാവും. 2ാമത്തെ അപ്പീല് കമ്മീഷണർ അടുത്തും പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്തൊരു കാരണം പറഞ്ഞിട്ടുണ്ടാവും. ആ കാരണം എന്താണെന്നുള്ളതാണ് നമുക്കറിയാത്തത്. അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ആപ്ലിക്കൻസ് അല്ലെങ്കിൽ ആ അപ്പീൽ കൊടുത്തവർക്ക് അവർക്കറിയാമായിരിക്കും. എനിക്കൊന്നും അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്മീഷൻ പറഞ്ഞ എത്ര പേജുകളാണ്, അല്ലെ എത്ര ഖണ്ഡികകളാണ്, അല്ലെ എത്ര ഡോക്യുമെൻ്റ്, എത്ര വരികളാണ്, ഈ സാധനമാണ് അവിടെ പ്രസക്തമായത്. അതിൽ കൂടുതൽ അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ശ്രീമതി മാലാ പാർവതി പറഞ്ഞിരിക്കുന്ന വിഷയം അത് ഗുരുതരമാണ്. മറ്റത് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ പ്രശ്നം. സർക്കാർ അവിടെ എന്ത് കളിക്കാനായിട്ടാണ്? വിവരാവകാശ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നു ആ ഉത്തരവ് പ്രകാരമുള്ള അത്രയും ഡോക്യുമെൻ്റ് അത് കമ്മീഷണറാണ് വായിച്ചത്. അത് ചിലപ്പോൾ സർക്കാർ പോലും വായിക്കണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒന്നാമത് ആലോചിക്കുക, നമ്മൾ ഇത് എന്താണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, ആ മന്ത്രിയുടെ ചില പ്രസ്താവനകൾ, അതിനെക്കുറിച്ചുള്ള അപ്പോൾ ആ റിപ്പോർട്ട് പുള്ളി വായിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പിന്നെ കമ്മീഷൻ എന്ന് പറയുന്നത് വായിച്ചു നോക്കിയിട്ടാണ്. ശ്രീ ഷമി തിലകൻ, പാരഗ്രാഫ് 96, 165 പാരഗ്രാഫ് മുതൽ 196 വരെയും അപ്പൻഡിക്സ് ഒഴികെ ബാക്കിയെല്ലാം പുറത്തുവിടാമെന്നാണ് RTA കമ്മീഷന്റെ ജൂലൈ 5 വിധി. അതിന്മേൽ വന്നിരിക്കുന്ന അട്ടിമറിയാണ് ഇന്നത്തെ വാർത്ത. ശ്രീ ഷമി, അതാണ് ഞാൻ പറയുന്നത്. ഏത് ഭാഗം തൊട്ടാണ് പോയിരിക്കുന്നത്, അവിടെയാണ് സംശയം വരുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് തന്നെയാണ് മാഡം ഞാൻ പറഞ്ഞത്. ആ അട്ടിമറി നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന വിഷയവുമായിട്ട് കണക്റ്റഡാണ്. കാര്യം ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ ഇന്ന് ആ റിപ്പോർട്ട് അതൊന്ന് ഞാൻ എടുത്തോട്ട് ഞാൻ വേഗം പറയാം. മാലാ പാർവതി അതൊരു വിഷയമാണത്. അതൊരു വിഷയമാണ്. അത് ഞാൻ പറയുന്നു. അതെനിക്ക് കാര്യം അതൊരു എന്താണ് ഹൈക്കോടതിയിൽ അത് ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ശരിക്ക് പണി കിട്ടുമെന്നുള്ള 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാര്യം കമ്മീഷൻ്റെ ഉത്തരവിനെ അത് പ്രകാരമുള്ള അത്തരം ഡോക്യുമെൻറ്റ്സ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമത്തിൻ്റെ ലംഘനമാണ്. അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അത് സർക്കാരാണെങ്കിലും ആരാണെങ്കിലും വേറെ ആർക്കും അതിനകത്ത് ആ രേഖ കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. കമ്മീഷനല്ല രേഖ കൊടുക്കുന്നത്, സാംസ്കാരിക വകുപ്പാണ്. സാംസ്കാരിക വകുപ്പിലാണ് അപേക്ഷ ചെന്നിരിക്കുന്നത്. കമ്മീഷന് ആ ഉത്തരവിടാൻ മാത്രമേ കമ്മീഷനുള്ള റൈറ്റ് ഉള്ളൂ. കമ്മീഷൻ അല്ലാണ്ട് അവിടെ നിന്ന് രേഖകൾ വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് അവർ കയ്യിൽ കൊടുക്കുന്നതല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഉത്തരവിൻ്റെ പുറത്ത് അവരത് ഒബേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ജുഡീഷ്യറിയാണത്. അതൊരു ക്വാസി ജുഡീഷ്യറി ഇതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതി അലക്ഷ്യം വരെ ആകാനായിട്ടുള്ള സാധ്യതയുള്ള കാര്യമാണ്. താങ്കൾക്ക് ഇനി ഇതിന്മേൽ എന്ത് നടപടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം ആത്യന്തികമായി. അതായത് ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ മേൽ സർക്കാർ എന്തെങ്കിലും ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ കോടതിയിൽ നിന്നാണോ ഇനി പ്രതീക്ഷ? മാഡം, അതാണ് അതിനകത്തെ വിഷയമെന്ന് പറയുന്നത്. കാര്യം ഞാനത് നേരത്തെ പറഞ്ഞു, അതിനകത്ത് ഇതിൻ്റെ ഒരു ആധികാരികത എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ ഈ റിപ്പോർട്ടിൻ്റെ. ആ റിപ്പോർട്ടിന് എപ്പോഴാണ് ഒരു ആധികാരികത വരുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ജഡ്ജ്മെൻറ്റിന് ഒരു ആധികാരികത ഉണ്ടെന്ന് പറയുന്നത്? കാര്യം എപ്പോഴും ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കേസിൽ ഒരാളൊരു പരാതി കൊടുക്കുന്നു. ആ പരാതി പുറത്ത് അതിലെ എതിർകക്ഷികൾ ആരാണോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവരാരാണോ അവർക്ക് നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസ് കൊടുക്കുമ്പോൾ അവരതിന് വന്നിട്ട് നേരെ അവർ വന്ന് അതിനൊപ്പം ഹാജരാകുന്നു, അവർ മൊഴി കൊടുക്കുന്നു, അത് വായിച്ച് കേട്ട് ശരിയെന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു. അത് രണ്ട് കൂട്ടരും അങ്ങനെ
ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശേഷം അതിൻ്റെ ഒരു പ്രതിവാദം ഉണ്ടാകുന്നു. ആ ഒരു വിസ്താരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഈ ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനൊരു ജെനുവിനിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു ആധികാരികത ഉള്ള ഒരു ഡോക്യുമെൻ്റാണെന്ന് പറയപ്പെടുന്നത്. പക്ഷെ ഇതിനങ്ങനെ ഒരു ആധികാരികത പറയാനില്ല. പിന്നെയും പറയാനുള്ളതെന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിന് തുല്യമായ കമ്മീഷൻ മറ്റേ എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ റിപ്പോർട്ടിനെ ഫോളോ ചെയ്തുള്ള ഒരു ഇതാണെന്നുള്ളൊരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതും ഇതും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും അതിനകത്ത് പ്രസക്തമായി മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം ഇത് വെറും ഒരു നമ്മൾ പറയത്തില്ലേ, സാധാരണ പുച്ഛത്തോടെ പറയത്തില്ല, ഒരു ടോയ്ലറ്റ് പേപ്പറിന് തുല്യം, അത്രേ ഉള്ളൂ. ഈ സർക്കാർ മുഖ്യമന്ത്രി ഈ വാർത്താസമ്മേളനം നടത്തി, റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് റിപ്പോർട്ടിൽ മൊഴികൾ കൊടുത്തവർക്ക് പരാതി നൽകുകയാണെങ്കിൽ സർക്കാർ പിന്തുണ നൽകുമെന്നുള്ളതാണ്. ഈ മൊഴി കൊടുക്കാൻ പോയത് തന്നെ പേടിച്ചാണ് പലരും മൊഴി കൊടുത്തിട്ടുള്ളത്. അവർക്ക് ഒരു ഉറപ്പ് നൽകുകയാണ് കമ്മിറ്റി ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ പേര് വിവരങ്ങളൊന്നും പുറത്തു വരില്ല, ഈ കാര്യങ്ങൾ എന്താണെന്ന് പുറത്തു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിൽ നിന്ന് മുഴുവൻ കാര്യങ്ങളും കേട്ട് എഴുതി റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഇനി അവർ വീണ്ടും മൊഴി നൽകണം, പരാതി നൽകണം എന്ന് പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ താങ്കൾ? അല്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം, ഞാനത് പെർട്ടിക്കുലർ ഭാഗം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടെ കണ്ട കാര്യമുള്ളൂ. എന്താണ്, ഏകദേശം ഒരു പോക്സോ സംബന്ധമായ ഒരു കേസ് പോലും അതിനകത്തുണ്ട് എന്നുള്ളതാണ്, ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടെന്നുള്ളതാണ് അറിയുന്നത്. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗുരുതരമായ ലംഘനമാണ്. കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്ത്രീ ആൻഡ് ഈ പറയുന്ന പോലെ പോക്സോ കേസ്, അങ്ങനെയുള്ള വിഷയങ്ങൾ ആർക്ക് ഒരു ഇന്ത്യൻ പൗരന് ആരായാലും അതിന് ഒരു കമ്മിറ്റി ജസ്റ്റിസ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ആരായാലും അങ്ങനെ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആ വിവരം അറിയിക്കുക എന്നുള്ളത് ഒരു പൗരധർമ്മത്തിൽപ്പെടുന്നതാണെന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ ഷമി തിലകൻ. താങ്കളൊരു ഫൈറ്റിലാണെന്നറിയാം. ആ ഫൈറ്റിൽ ഇതൊന്നും വേണ്ട, ആ ഫൈറ്റിൽ താങ്കൾ ജയിക്കട്ടെ. ഏതായാലും താങ്കളും ഒരു പരാതി നൽകിയിരിക്കുന്നു, അതിന്മേൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് നോക്കാം, ഒരുപക്ഷേ അവർക്ക് താല്പര്യമില്ലെങ്കിലും ഇതിൽ താങ്കൾക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നേക്കാം പുതിയ സാഹചര്യത്തിൽ. പറയൂ. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോളൂ. കാര്യം നമ്മൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതിൽ കുറേ ഈ പറയുന്ന ഒരു അധീനശിത്വമുള്ളവർ മറ്റവർ മറിച്ചവരെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഇവിടെ ഈ പറയുന്ന കുറേ അച്ഛൻ പറഞ്ഞല്ലോ മാഫിയ സംഘം, അല്ലെങ്കിൽ കമ്മിറ്റി പറഞ്ഞു, ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു മാഫിയ സംഘം, അല്ലെങ്കിൽ മറ്റവർ പറയുന്ന സംഘടനയിൽ അധീശത്വമുള്ളവർ. ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയ എന്താണ് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങൾ ശരിക്ക് പല ഇൻഡസ്ട്രിയിൽ, ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല സകല ഇൻഡസ്ട്രികളിലും കൈകടത്തുന്നുണ്ട്. എന്തിന്? ഹൈക്കോടതിയുടെ അകത്തളങ്ങളിൽ വരെ ഇവർ വിഹരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കേസ്. ഞാൻ തന്നെ നേരിട്ട് ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ ഇന്നലെ ഞാൻ കോടതിയിൽ പറഞ്ഞ കാര്യമാണ്, എന്താണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങൾ ഇവിടെ കയറി ഇങ്ങനെ അകത്തളങ്ങളിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ എൻ്റെ ഒരു ഒരു നിരീക്ഷണം പ്രകാരം ഇവിടെ ഇൻഡസ്ട്രിയിൽ പല മാഫിയ സംഘങ്ങളും ഇങ്ങനെയുള്ളവരിതൊക്കെ തന്നെയാണ്. ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നമ്മൾ പലരുടെയും ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ എടുത്തൊന്ന് നോക്കൂ. ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ അവിടെ എത്ര പേര് ചെയ്യുന്നുണ്ട്, അവരെന്തൊക്കെയാണ് സംഭവം, അതിൻ്റെ നിയമലംഘനങ്ങൾ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കുറേ മാറ്ററുകളും ഇതിനകത്തുണ്ട്. ഇതൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനതൊക്കെ അസോസിയേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതിന് ഈ സംഘടന പോലും ഇതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഐ ഓപ്പണർ ആകേണ്ടത് അതിലേക്കാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ നിഷ്കളങ്കരായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പല ഈ പറയുന്ന അതീശത്തുള്ള ഇവരെല്ലാം പൊങ്ങുമ്പോൾ ഒന്ന് പുകഴ്ത്തിയാൽ പൊങ്ങുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അവർക്ക് അതിൻ്റെ വരുംവരാഴികളെക്കുറിച്ചോ നിയമവശങ്ങളോ എൻ്റെ അടുത്തൊരു വലിയൊരാൾ പറഞ്ഞത് തന്നെയാണ്, എൻ്റെ ഷമ്മി എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ചില അറിവുള്ള ആൾക്കാരല്ലേ, നിങ്ങളിതൊക്കെ ഒന്ന് ഇടപെട്ട് ചെയ്തുകൂടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഒരു വലിയ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം
അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് കുറ്റം പറയാത്തത്. കാര്യം അറിവില്ലാത്ത ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെന്തായാലും അറിവില്ലാന്ന് നടിക്കുന്നവരല്ല. അപ്പോൾ അറിവില്ലാത്തത് തന്നെയാണ്. അറിവില്ലായ്മ ഒരു കുറ്റമാണോ? അല്ല. ആണോ? പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, 2005 വിവരാവകാശ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടും നമ്മൾ വിവരമില്ലാത്തവരായിട്ട് ലോകത്തിൽ ജീവിക്കുന്നല്ലോ എന്നൊരു വിഷമം അത്ര മാത്രമേ ഷമീ തിലകനുള്ളൂ എന്ന് എനിക്ക് ഇതിനകത്ത് കുറിച്ച് പറയാനുള്ളൂ. വളരെ നന്ദി ശ്രീ ഷമീ തിലകൻ, ദീർഘമായി തന്നെ പ്രതികരിച്ചതിന് വളരെ നന്ദി.